ദേ ഈ ഒരു ഐറ്റം കണ്ടില്ലേ, ഇത് കഴിക്കാൻ ഇനി നമുക്ക് ബേക്കറിയിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതും വിത്തൗട്ട് ഓവൻ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഈ ഗീ ബിസ്ക്കറ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ എടുക്കാം. ഇത് ഏകദേശം ഒരു 250 ഗ്രാം മൈദയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബിസ്ക്കറ്റിന് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വാനില എസൻസോ ഏലക്കപ്പൊടിയോ ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വാനില എസൻസ് ആണ്, അതാവുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റമാണ് നെയ്യ്. ഈ നെയ്യ് നമ്മൾ ഇതിനകത്തേക്ക് ഉരുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ നെയ്യാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്നും അത്യാവശ്യം ചെറിയ ഉരുളയെടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഴത്തിൽ പ്രസ് ചെയ്യണ്ട. ഇത് കണ്ടില്ലേ, ഇതേപോലെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. അതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് കൂടെ ഇറക്കി വെച്ച് കൊടുക്കണം. ഈ ഒരു പാത്രം 5 മിനിറ്റെങ്കിലും നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു മൂടി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അടച്ചു കൊടുക്കാം. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന മൂടിയിൽ എന്തെങ്കിലും ഹോളുകൾ ഉണ്ടെങ്കിൽ അതൊരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ചു കൊടുക്കുക. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇത് ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ദേ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കറക്റ്റ് ആ ബിസ്ക്കറ്റ് പോലെ തന്നെ ഉണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറക്റ്റ് ആ ബിസ്ക്കറ്റിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്കിത് എപ്പോഴെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാം. വെറും 3 ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഈ ഒരു വെക്കേഷൻ